ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വചനം ഒന്ന് വായിക്കാം. 1 കൊറിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിൽ ഉള്ളത് അവനിലെ മാനുഷ്യ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എങ്കിലും ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലവും ദൈവത്തെ സംബന്ധിച്ച് അഗാധ കാര്യങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. ഒരു മനുഷ്യൻ്റെ ചിന്തകൾ അയാളുടെ ആത്മാവല്ലാതെ വേറെ ആരാണ് അറിയുക? അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവാത്മാവ് ഒഴികെ മറ്റാരും ഗ്രഹിക്കുന്നില്ല എന്ന് ദൈവവചനം എഴുതിയിരിക്കുന്നു. ഇവിടെ ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ അഗാധമായ കാര്യങ്ങൾ പോലും ആരായുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് എഴുതുന്നു, മനുഷ്യനിലെ ചിന്തകൾ അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ നിന്ന് ആരറിയും? അതുപോലെ ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ നമ്മളോട് എന്ത് പറഞ്ഞാലും ആ മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത്, ആ മനുഷ്യൻ എന്താണ് എന്ന് അയാളല്ലാതെ വേറൊരാൾക്കും അറിയാൻ പറ്റില്ല. അത് ഭാര്യയാണേലും ഭർത്താവാണേലും കുഞ്ഞുങ്ങളാണേലും ആരാണേലും ചിന്തിക്കുന്നത് എന്താണ്, അല്ലെ എങ്ങനെയാണ് ഇത് പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അത് അയാൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇതുപോലെ ദൈവത്തിൻ്റെ അഗാധ കാര്യങ്ങൾ ദൈവാത്മാവാണ് വെളിപ്പെടുത്തുന്നത് എന്ന് പറയുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്താൻ കഴിയൂ എന്ന് നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് നമ്മളിത് പലപ്പോഴും മനസ്സിലാകുന്നത്, ദാനിയേൽ പലപ്പോഴും അവർ എഴുതിയേക്കുന്നത് ദാനിയേൽ ഉത്കൃഷ്ടമായ ആത്മാവുള്ളവനായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ ദാനിയേലിന് കഴിവുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചില നേതാക്കന്മാർ പറയുന്നത് ഒരുവൻ്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തി കളയുമെന്ന്, ക്യാൻസൽ ചെയ്യുമെന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ പറയുന്നതൊന്നും ശരിക്കും പരിശുദ്ധാത്മാവല്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് അങ്ങേരുടെ ഒന്നും വായി ഇരിക്കുന്നതും പരിശുദ്ധാത്മാവല്ല. പക്ഷേ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ പരിശുദ്ധാത്മാവല്ല. ഒരു ഉദാഹരണം പറയാം. മത്തായി സുവിശേഷത്തിനകത്തുനിന്ന് ഒരു വാക്യം വായിക്കാം. 16-ന്റെ 21, 22, 23. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ്, ശിഷ്യന്മാരിൽ തലവനായിരുന്ന പത്രോസ്, ദൈവം തൻ്റെ സഭയെ അതിൻ്റെ ഉത്തരവാദിത്തം പിന്നീട് ഏൽപ്പിച്ച പത്രോസ്, ഈ പത്രോസ് ദൈവത്തിൻ്റെ കൂടെ, ദൈവപുത്രൻ്റെ കൂടെ നടക്കുമ്പോൾ പോലും പത്രോസിൻ്റെ ഉള്ളിലിരുന്ന ചിന്താഗതി ഇങ്ങനെയായിരുന്നെന്ന് പറയുമ്പോൾ ആ സമയത്ത് അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ചിരുന്നത് സാത്താനായിരുന്നു എന്ന് യേശു തന്നെ പറഞ്ഞു. യേശു അപ്പോൾ പത്രോസിനെ നോക്കിയിട്ട്, വിട്ടുപോ സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ ആ സമയത്ത് വ്യാപരിച്ചിരുന്ന സാത്താൻ വിട്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കി. യേശു ഇത് പത്രോസിനെ നോക്കി പറഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇത് പത്രോസിനോടല്ല പറയുന്നത്, പത്രോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവിനോടാണെന്ന് പത്രോസിന് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശാസിച്ചത് പത്രോസിനെ അല്ല, പത്രോസിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെയാണെന്നും പത്രോസിന് ബോധ്യം വന്നു. അതുകൊണ്ടാണ് അവൻ അവിടെ ശല്യമില്ലാതെ നിന്നത്. എന്നാൽ ഇന്നത്തെ വിശ്വാസിയോടോ ശുശ്രൂഷകനോടോ നേതാവിനോടോ ഒക്കെ ഇങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പറയുന്നവൻ പുറത്ത്, അല്ലെങ്കിൽ അവനത് അവിടുന്ന് അന്നേരം തന്നെ വിട്ടുപോകും. എന്ന് പറഞ്ഞാൽ പറഞ്ഞവനെ പുറത്താക്കും. യേശുവാ പറയുന്നെങ്കിൽ യേശുവിനെ പുറത്താക്കും. കാരണം പിശാചിനെ ശാസിച്ചത് ഈ വ്യക്തി കയറി അങ്ങ് ഏറ്റെടുക്കും. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ വിശ്വാസികൾക്ക് യേശുവിനെയോ വചനത്തിനെയോ ഒന്നും പറഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് കുഴപ്പം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സംഘടനയോ തൻ്റെ നേതാവിനെയോ വല്ലതും പറഞ്ഞാൽ
വിശ്വാസി ഒരു കടുകിട സമ്മതിക്കല. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം സംഘടനയെ വാഴ്ത്താനും നേതാവിനെ പുകഴ്ത്താനും ഒക്കെയാണ് വിശ്വാസികൾ മുഴുവൻ നടക്കുന്നത്. ഭൂലോക മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാനും വിശ്വാസിക്ക് മനസ്സിലാകണ്ടേ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഇതല്ല. ഈ പത്രോസ് സഭയുടെ തലവനായിരിക്കുമ്പോൾ ഈ പത്രോസിനെ പലവട്ടം പൗലോസ് വന്ന് തിരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ണ് തുറന്നിരുന്ന് വായിച്ചാൽ മനസ്സിലാവും. പൗലോസ് സഭയുടെ അന്ന് പത്രോസിനെ തിരുത്താനും മാത്രം അധികാരമുള്ളവനായിട്ടൊന്നും അല്ല കണ്ടിരുന്നത്. ഇന്ന് ഈ ലേഖനങ്ങളെല്ലാം കൂടെ ബൈബിളിൽ പ്രിൻ്റ് ചെയ്ത് വന്നപ്പോഴാണ് പത്രോസ് ചുരുക്കം ലേഖനങ്ങൾ എഴുതിയപ്പോൾ പൗലോസ് ആ പുസ്തകത്തിൽ നെടുനീളം ലേഖനങ്ങൾ എഴുതിയതും ദൈവസഭയ്ക്ക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം എഴുതിയത് പൗലോസാണെന്നും പൗലോസ് മോശമല്ലായിരുന്നെന്നും ഒക്കെ മനസ്സിലായതുകൊണ്ടാണ് നമ്മളതങ്ങ് അമുങ്ങി മാറുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് അത് അങ്ങനെയല്ല. പത്രോസ് ആയിരുന്നു അധിപൻ. പക്ഷേ പത്രോസ് മല്ലടിക്കാനൊന്നും പോയില്ല. അവിടെ അവർ തമ്മിൽ തർക്കം ഉണ്ടായെങ്കിലും പത്രോസിനോട് വന്ന് തർക്കം പറഞ്ഞെങ്കിലും പത്രോസ് അത് സ്വീകരിച്ചിട്ടുണ്ടാവും. കാരണം അയാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നേതാക്കന്മാരോട് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. അവന്മാർ രാജാക്കന്മാരാണ്. ഞാൻ പലപ്പോഴും വീഡിയോയ്ക്കകത്ത് പറയുന്ന പോലെ റൈറ്റ്, റവറൻറ്റ്, ഡോക്ടർ, ബിഷപ്പ്, പാസ്റ്റർ, പിന്നെ ഡോക്ടർ കിം ഉൽ സുങ്, ഇങ്ങനെ കിം ഉൽ സുങ്ങുമാർ സഭകൾ ഭരിക്കാൻ തുടങ്ങിയപ്പം സംഘടനയിലാണെങ്കിൽ സഭകൾ ഭരിക്കും. ഇതിൻ്റെ മുകളിൽ ചില കിം ഉൽ സുങ്ങുമാർ വരും പ്രസിഡൻറ്റുമാരായിട്ട്. അതിൻ്റെ മുകളിൽ ചിലർ വരും വലിയ പുള്ളിയായിട്ട്. ഇങ്ങനെയുള്ള ആളുകൾ സഭയ്ക്കകത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒട്ടും നടക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വിശ്വാസിയെല്ലാം യേശുവിനെയും വചനത്തെയൊക്കെ വിട്ടിട്ട് ഇപ്രകാരം നേതാക്കന്മാരെ താങ്ങാൻ നടക്കും. അങ്ങനെ നേതാക്കന്മാരെ താങ്ങാൻ നടക്കുമ്പം വിശ്വാസി ധരിച്ചു വെച്ചേക്കുന്നു എനിക്ക് സകലതും അറിയാം, ആരും എന്നെ ഒന്നും പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ പാസ്റ്റർക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, ഞാൻ സെൻട്രൽ പാസ്റ്റർക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, ഞാൻ സെൻട്രൽ പാസ്റ്റർക്ക് കഴിഞ്ഞ മാസം 10,000 രൂപ കൊടുത്തതാ, അല്ലെങ്കിൽ ഞാൻ 50,000 രൂപ കൊടുത്താൽ ഞാൻ സഭയുടെ പല പ്രവർത്തനങ്ങൾക്കും പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നുമല്ല. ഇവിടെ സെൻട്രൽ പാസ്റ്ററോ വിശ്വാസിയോ ഒന്നും ദൈവത്തിനൊന്നുമല്ല. ഇനി വിടുതൽ ഇവരെ ഒന്നും ആശ്രയിച്ചല്ല ഇരിക്കുകയും ചെയ്യുന്നത്. വചനം പറയുന്നത് ദൈവം കൊറിന്ത്യ ലേഖനത്തിലെ വാക്യം അത് ഒരിക്കൽ കൂടി ഇങ്ങനെ വായിക്കാം. കൊറിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 1 കൊറിന്ത്യർ 2:9-10 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നാത്ത കാര്യമാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അത് ഈ സെൻട്രൽ പാസ്റ്ററുടെയോ ഒന്നും ഹൃദയത്തിൽ തോന്നിയിട്ടൊന്നുമല്ല. ഒരു മനുഷ്യനെന്ന് പറയുന്നത് അവരും കൂടുമല്ലോ. അവർ പറഞ്ഞിട്ടൊന്നുമല്ല ദൈവം ഇത് ചെയ്യുന്നത്. കാരണം ശാപത്തിനുള്ള കാരണം ഉണ്ടാക്കി വെക്കരുതെന്നേ ഉള്ളൂ. പക്ഷേ വചനത്തിനകത്തെ വീഴ്ച വിട്ടുകൊടുക്കരുത്. എഴുതിയേക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പോൾ ദൈവം എനിക്ക് നിങ്ങൾക്കുമായി ഒരുക്കുന്നത് ഒരു മനുഷ്യനും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്ത നന്മകളാണെന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളോടും പറയട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ നന്മ ഇന്നിടത്തുനിന്ന് ഇന്ന രീതി വരുമെന്നൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിച്ച് കൂട്ടുകയും വേണ്ട. നിങ്ങൾക്കറിയാവുന്ന രീതിയിലോ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെയോ അല്ല നമ്മുടെ ഇഷ്ടങ്ങൾ പോലെയോ ഒന്നും അല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ചെയ്യുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത പോലെയാണ്. നമ്മുടെ ചിന്തയ്ക്കപ്പുറവും പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പക്ഷേ ദൈവം പ്രവർത്തിക്കും. ജെറമ്യാ 29:11 പറയുന്നത് പോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. അതുകൊണ്ടൊരു ശുഭഭാവി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. എൻ്റെ ഇന്നത്തെ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ തീരും. എൻ്റെ ഇന്നത്തെ കഷ്ടങ്ങൾ, കണ്ണുനീരുകൾ തീരും. നാളെ എനിക്ക് എല്ലാ മേഖലയിലും ദൈവം ഒരു സമൃദ്ധി കൊണ്ടുവരും. പക്ഷേ ആ സമൃദ്ധി കൊണ്ടുവരുമ്പോഴും ഞാൻ വചനത്തിൻ്റെ വേലിക്കകത്ത് നിൽക്കണം. അത് എനിക്ക് സംരക്ഷണമായിരിക്കും. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അവിടെ ഞാൻ നിൽക്കണം എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ നിൽക്കുമെങ്കിൽ ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്തത്ര വലിയ വിടുതൽ, ഒരു മനുഷ്യനും കാണാത്തത്ര വിടുതൽ, അന്ന് വരെ ഇസ്രായേൽ ജനം കാണാത്തത്ര വിടുതലായിരുന്നു ചെങ്കടൽ പിളർന്നപ്പോൾ ഉണ്ടായത്. പിന്നീട് അവർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ കണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അവർ സ്വയമായി കൃഷി ചെയ്ത് തുടങ്ങാനുള്ള 40 വർഷക്കാലം അവർക്ക് എല്ലാ ദിവസവും മന്ന കൊടുത്തു. അവർക്ക് പകല് മരുഭൂമിയിൽ തണലിന് മേഘത്തെ കൊടുത്തു. അവർക്ക് രാത്രിയിൽ തണുപ്പത്ത് പിടിച്ചു നിൽക്കാൻ അഗ്നിസ്തംഭത്തെ കൊടുത്തു. വാട്ടർ ടാങ്കായി യേശുക്രിസ്തു അവർക്ക് പിന്തുടർന്നു. അവർക്ക് കാടപ്പക്ഷികളെ കൊടുത്തു. അവരുടെ വസ്ത്രം തേഞ്ഞില്ലെന്നല്ല, വസ്ത്രം അവർ വളരുന്നതിനനുസരിച്ച് വസ്ത്രം വളർന്നു കൊടുത്തു. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ലെന്നല്ല, അവർ വളരുന്നതിനനുസരിച്ച് ചെരുപ്പ് വളർത്തി കൊടുത്തു. ജീവനില്ലാത്ത വസ്ത്രവും ജീവനില്ലാത്ത ചെരുപ്പും വരെ വളർത്തി കൊടുത്ത ദൈവത്തെ സേവിക്കുമ്പോൾ എനിക്ക് ശുഭഭാവി വരും
എന്നുള്ള പ്രത്യാശയോടെ കാത്തിരുന്നാൽ, റോമാലേഖനത്തിൽ പറയുന്നത് പോലെ പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കില്ല. അതുകൊണ്ട് വിശ്വാസിക്ക് സകലതും അറിയാമെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിനും വേണ്ടി നിൽക്കേണ്ട സമയത്ത് സംഘടനയ്ക്കും നേതാക്കന്മാർക്കും വേണ്ടി നിൽക്കാൻ പോയാൽ ദൈവത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കേൾവിക്കാരുടെ ഉള്ളങ്ങളിൽ ദൈവം കൊടുക്കണമേ. അടിമത്തം മാറി സ്വാതന്ത്ര്യം വരണമേ. കർത്താവെ, അനേകരെ ദൈവം വിടുവിക്കണമേ. അങ്ങയുടെ രണ്ടാമത്തെ വരവെങ്കിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ വിശ്വസിച്ച് ശക്തി പ്രാപിച്ച് നിൽക്കുന്ന ഒരു സംഘം വിശുദ്ധന്മാർ എഴുന്നേക്കുവാൻ സംഘടനകളുടെ കെട്ടിൽ നിന്നും നേതാക്കന്മാരുടെ കെട്ടിൽ നിന്നും അനേകർ വിടുതലെടുക്കുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, സംഘടനകളും നേതാക്കന്മാരും യഥാർത്ഥ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിൽക്കുന്നെങ്കിൽ ദൈവം അവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും നന്ദി പറയുന്നു. കർത്താവെ, വചനം കേട്ട ഓരോരുത്തരുടെയും ഉള്ളങ്ങളെ ദൈവം തുറക്കണമേ. ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ തുറക്കണമേ. വലിയ അനുഗ്രഹമായി മാറ്റണമേ. എല്ലാത്തിനും നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.